ദീപ വിവാഹിതയായിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. വിവാഹം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നാണ് ദീപ വിചാരിച്ചിരുന്നത്. അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അമ്മായിയമ്മയും അമ്മായിയച്ഛനും സഹോദരിയും പിന്നെ അവളുടെ ഭർത്താവുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ദീപ ചിന്തിച്ചതിൽ നിന്നും നേരെ വിപരീതമായിരുന്നു കാര്യങ്ങളൊക്കെ. ദീപയുടെ അമ്മായിയമ്മയ്ക്ക് വളരെ ദൂരെ സ്ഥലങ്ങളിൽ വരെ ബന്ധുക്കളുണ്ടായിരുന്നു. ഓരോ ദിവസവും അവൾക്ക് പുതിയ പുതിയ വ്യത്യസ്ത അമ്മായിയമ്മമാർ വന്നുകൊണ്ടേയിരുന്നു. ദീപമോളെ, ഇത് നിന്റെ അമ്മായിയാണ്. അമ്മായിയുടെ കാലുതൊട്ട് അനുഗ്രഹം വാങ്ങൂ. ദീർഘായുസോടെ ഇരിക്കൂ. ഇനി വേഗം തന്നെ ഞങ്ങൾക്കൊരു കൊച്ചുമകനെ കാണണം. നിനക്കറിയാമോ ദീപ, നമ്മുടെ നവീൻ ചെറുതായിരിക്കുമ്പോൾ എപ്പോഴും ഈ അമ്മായിയുടെ വീട്ടിൽ കളിക്കാൻ പോകുമായിരുന്നു. നവീന് അമ്മായിയെ വളരെ ഇഷ്ടമാണ്. മോളെ, അമ്മായിക്കൊരു പാൽ ചായ എടുത്തോളൂ. ആ, മധുരം കുറച്ച്. അമ്മായി സംസാരിച്ചിരുന്നപ്പോഴാണ് ഒരയൽക്കാരി വന്നത്. റാം റാം, സുമിത്ര ചേച്ചി സുഖമാണോ? ഓ, പുഷ്പ ചേച്ചിയും വന്നിട്ടുണ്ടോ? വരൂ കമലേഷ്. മോളെ, ഇത് നിന്റെ അമ്മായി തന്നെയാണ്. അവരുടെ അനുഗ്രഹം കൂടി വാങ്ങൂ. ഓ മോളെ, നീ ഇതുവരെ മേക്കപ്പ് ഒന്നും ചെയ്തില്ലേ? നീ ഇപ്പോൾ പുതുതായി വിവാഹം കഴിഞ്ഞ് വന്നതല്ലേയുള്ളൂ. അല്പം ലിപ്സ്റ്റിക്കും ഒരു പൊട്ടും വെച്ച് വരൂ. പുതിയ മരുമകൾ ഒരുങ്ങി നന്നായി വസ്ത്രം ധരിച്ച് നടക്കുന്നതാണ് കാണാൻ ഭംഗി. നീ പോയി ആദ്യം മേക്കപ്പ് ചെയ്യ്. അതിനുശേഷം എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്ക്. ശരി. ദീപയ്ക്ക് മേക്കപ്പ് ഇടുന്നത് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അവൾ മേക്കപ്പ് ചെയ്തു. ഇത് പിന്നീടൊരു ദിനചര്യയായി മാറി. അമ്മായിയമ്മയുടെ ഏതെങ്കിലും ബന്ധുക്കൾ എന്നും വീട് സന്ദർശിക്കാൻ വരാറുണ്ടായിരുന്നു. ദീപമോളെ, ഇതെന്റെ ബാല്യകാല സുഹൃത്താണ് ശകുന്തള. ഇത് നിന്റെ അമ്മായി തന്നെയാണ്. കുറച്ചു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇത് ശകുന്തളയുടെ അനിയത്തി മാലതി. അവരുടെ മകളുടെ വിവാഹമാണ്. മരുമോളെ, മാലതി എന്റെ സഹോദരിയാണ്. ഇതും നിന്റെ അമ്മായി തന്നെയാണ്. മാലതിയുടെ കാലുതൊട്ട് വന്ദിക്കൂ. മതി മതി മോളെ, നന്നായിരിക്കട്ടെ. ശകുന്തള, നിന്റെ ബ്രീഫ് കേസ് മുറിയിൽ കൊണ്ടുവെക്ക്. എന്നിട്ട് കുറച്ചു നേരം വിശ്രമിക്ക്. ഉച്ചഭക്ഷണത്തിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാ മതി. ദീപ, ഞങ്ങൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നത്. അത് സാരമില്ല. നിങ്ങൾക്ക് വേണ്ടി അതൊന്നുമില്ലാതെ തന്നെ പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാം. ദീപമോളെ, ഇവർക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാതെ ഭക്ഷണം പാകം ചെയ്യണം. അതെ മോളെ, ശ്രദ്ധിക്കണം. പാത്രങ്ങളിൽ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും മണം പോലും ഉണ്ടാകാൻ പാടില്ല. പാത്രം ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കണം. ശരി ആന്റി. ഇവരെ ആന്റി എന്നോ അമ്മായി എന്ന് വിളിക്ക്. ഇവർ രണ്ടാളും നിന്റെ അമ്മായിയമ്മയെ പോലെ തന്നെയാണ്. ശരിയമ്മേ. ഇതുവരെ എല്ലാം നന്നായിരുന്നു. പക്ഷേ ഒരു ദിവസം ദീപ നവീനോട് ഒരു ഔട്ടിങ്ങിന് പോകുകയായിരുന്നു. അതിനിടയിലാണ് നവീന്റെ അമ്മായിയും വലിയമ്മയും അവിടേക്ക് വരുന്നത്. ചായ. ആ, ഇവിടെ വെച്ചേക്ക്. നീ എവിടെയെങ്കിലും പോവുകയാണോ മോളെ? നവീൻജിയോടൊപ്പം മാർക്കറ്റിലേക്ക് പോകുകയായിരുന്നു. ദീപമോളെ, ഈ വസ്ത്രങ്ങൾ കുറച്ച് ചെറുതായി പോയെന്ന് തോന്നുന്നില്ലേ? വല്ല സാരിയോ ചുരിദാറോ ഇട്ടാൽ മതിയായിരുന്നില്ലേ? ഇക്കാലത്ത് മരുമക്കൾ ഇത്ര ചെറിയ ഇറുകിയ വസ്ത്രങ്ങൾ എങ്ങനെയാണ് ധരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ മരുമകൾ ഇതൊന്നും ധരിക്കില്ല. ഞാനൊന്നും ഇതുവരെ പറഞ്ഞിട്ട് പോലുമില്ല. എങ്കിലും അവർ ഇത്തരം വേഷങ്ങൾ തൊടുക പോലുമില്ല. സുമിത്രേ, നീ നിന്റെ മരുമോളെ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് വിലക്കിയില്ലേ? അത് പോട്ടെ ചേച്ചി, ഇന്നത്തെ കാലത്ത് മരുമക്കൾ ഇങ്ങനെയാണ്. അമ്മായിയമ്മ പറയുന്നത് കേൾക്കാനോ? ദീപേ, ഈ ജീൻസിന്റെ കൂടെ വല്ല കുർത്തിയിട്. ഈ ടോപ്പ് ഭയങ്കര ചെറുതാണ്. അത് ഞാനാണ് ഈ ടോപ്പ് ദീപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. അവൾ ഈ ടോപ്പ് ധരിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ ടോപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണുണ്ടായത്? അമ്മായി, നിങ്ങൾക്കോ? നവീൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അവന്റെ അച്ഛൻ അവിടേക്കെത്തുന്നു. നമ്മൾ നാളെ ഗ്രാമത്തിലേക്ക് പോകുന്നു. എല്ലാവർക്കും പുതുപ്പെണ്ണിനെ കാണാൻ ആഗ്രഹമുണ്ട്. ചേട്ടന്റെ കടയിൽ നിന്ന് ഫോൺ കോൾ വന്നിരുന്നു. പുതിയ മരുമകളെ കൂടെ കൊണ്ടുവരണമെന്ന് സ്പെഷ്യലായി പറഞ്ഞിട്ടുണ്ട്. എനിക്കും അവിടെ നിന്ന് ഫോൺ കോൾ ലഭിച്ചിരുന്നു. എങ്കിൽ നാളെ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഗ്രാമത്തിലേക്ക് പോകാം. മരുമോളെ, എന്നാൽ നീ ഗ്രാമത്തിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ. അവിടെ നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. എന്റെ അമ്മായിയമ്മ, അതായത് നിന്റെ മുത്തശ്ശി, എല്ലാവരും ഉണ്ട് അവിടെ. ദീപയും നവീനും പുറത്തേക്ക് പോയി. എന്നെ പിന്തുണച്ചതിന് നന്ദി നവീൻജി. ഇതെന്റെ കടമയാണ്. വിവാഹത്തിന് വാക്ക് തരുമ്പോൾ എന്നും നിന്നോടൊപ്പം നിൽക്കാമെന്ന് ഞാനും വാക്ക് നൽകിയിരുന്നു. ഗ്രാമത്തിൽ ആരൊക്കെയാണുള്ളത്? ഇതുവരെ ഇവിടെ തന്നെ ഞാൻ ഒരുപാട് അമ്മായിയമ്മമാരെ കണ്ടു. അവിടെ ഇനി ആരെയൊക്കെ കാണേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല. അതെ, ഗ്രാമത്തിൽ ഒരുപാട് പേരുണ്ട്. മുത്തശ്ശിയും മുതുമുത്തശ്ശിയും അവരുടെ സഹോദരിമാരും. കുറച്ചു ദിവസത്തേക്ക് നീ അവരെയൊക്കെ ഒന്ന് സഹിക്കേണ്ടി വരും. അടുത്ത ദിവസം തന്നെ ദീപ മുഴുവൻ കുടുംബത്തോടൊപ്പം തന്റെ ഭർത്താവിന്റെ ഗ്രാമത്തിലുള്ള കുടുംബ വീട്ടിലെത്തി. ഗ്രാമത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ദീപ കരുതിയത്. പക്ഷേ ദീപയ്ക്ക് ഗ്രാമത്തിൽ അവൾ ഒട്ടും സങ്കല്പിച്ചിട്ടില്ലാത്തത്ര സ്നേഹമാണ് ലഭിച്ചത്. ഗ്രാമത്തിൽ ദീപയുടെ മുത്തശ്ശിയും മുതുമുത്തശ്ശിയും അവരുടെ 10-12 സഹോദരിമാരും ഉണ്ടായിരുന്നു. അതിനു പുറമെ സഹോദരിമാരും നാത്തൂന്മാരും അവരുടെ അമ്മായിയമ്മമാരും. ദീപമോളെ, നീ എണ്ണി വെച്ചോളൂ. 1ഉം 2ഉമല്ല, 100 അമ്മായിയമ്മമാരുള്ള ഒരു വീടാണ് നിന്റേതെന്ന് നീ മനസ്സിലാക്കണം. എല്ലാവരും നിന്നെ ഒരുപോലെ സ്നേഹിക്കും.
ഇവിടെ എല്ലാവരും വളരെ ഐക്യത്തോടെയാണ് ജീവിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും തമ്മിലും വളരെയധികം സ്നേഹത്തിലാണ്. നീ ഗ്രാമത്തിൽ നിൽക്കുന്ന അത്രയും ദിവസം നിനക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ, സുമിത്ര നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ അല്ലേ? ഞാൻ അവളുടെ അമ്മായിയമ്മ കൂടിയാണ്. ഹാ, എന്റെ അമ്മായിയമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, അതായത് മോളുടെ മുതുമുത്തശ്ശി. പറഞ്ഞത് വളരെ ശരിയാണ് ജാനകി. സുമിത്ര, നീ നിന്റെ മരുമകളെ മകളെ പോലെ തന്നെ കാണണം. സ്വന്തം വീട് വിട്ടല്ലേ പെൺമക്കൾ അവരുടെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവൾക്ക് ഒരു മകളോടുള്ളതുപോലെ ധാരാളം സ്നേഹവും വാത്സല്യവും ആവശ്യമാണ്. നിന്റെ മരുമകളെ നീ പൊന്നുപോലെ നോക്കണം. ഞാൻ ജാനകിക്ക് കൊടുത്തതുപോലെ, ജാനകി നിനക്ക് തന്നതുപോലെ, നിന്റെ ചേട്ടത്തിക്കും അനിയത്തിക്കും കൊടുത്തതുപോലെ. മോളെ സുമിത്രേ, നിന്റെ മരുമകൾ ദീപ വളരെ സുന്ദരിയാണ്. ഒരു മകളെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. എപ്പോഴും ഒരുമയോടെ ജീവിക്കണം. മോൾക്കൊരു അനുഗ്രഹം മാത്രമേ നൽകാനുള്ളൂ. ദീപമോളെ, നീ ഈ വീട്ടിൽ എപ്പോഴും സന്തോഷമായിരിക്കണം. അല്ലേ സുമിത്ര? അങ്ങനെയല്ലേ നല്ല അമ്മായിയമ്മമാർ പറയേണ്ടത്? തന്റെ അമ്മായിയമ്മയുടെ വാക്കുകൾ കേട്ട് സുമിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ദീപയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദീപമോളെ, ഇനി ഈ വീട് എത്രയാണോ എന്റേത് അത്ര തന്നെ നിന്റേതു കൂടെയാണ്. ഞാൻ ഒരിക്കലും നീ ഒറ്റയ്ക്കാണെന്ന് തോന്നാൻ നിന്നെ അനുവദിക്കില്ല. ദീപമോളെ, നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഏക മരുമകളാണ്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. നിന്റെ അമ്മായിയമ്മയ്ക്കും ഒരു മകനാണ്. നവീൻ കുടുംബത്തിലെ ഒരേ ഒരു ആൺതരിയാണ്. അവനെ ഞങ്ങൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നിന്നെയും ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കും. ദീപമോളെ, നീ നിനക്ക് ഇഷ്ടമുള്ളത് ധരിച്ചോളൂ. ഇവിടെ ആരും നിന്നെ ഒന്നും പറയില്ല. നീ ഈ വീട്ടിലെ മരുമകളാണ്. എന്റെ മകൾ സുനേനയും ഇത്രയും വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അവളെ തടഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ നിന്നെ എന്തിനു തടയണം? നീയും ഒരു മകളെപ്പോലെയാണ്. നീയും സന്തോഷവതിയായിരിക്കും മരുമോളെ. ദീപയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ആദ്യമായി അവൾക്ക് തോന്നി അവൾ ഈ വീട്ടിലെ വെറുമൊരു മരുമകളല്ല, കുടുംബത്തിൽ അവൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന്. ഗ്രാമത്തിലെ സ്ത്രീകളും ഇത് കണ്ട് പുഞ്ചിരിച്ചു. അതിലൊരാൾ പറഞ്ഞു, ദീപമോളെ, ഞാൻ നിന്റെ അമ്മായിയമ്മയാണ്. ഞാൻ ഇത്രേ പറയൂ. ഇത്രയധികം അമ്മായിയമ്മമാർ ഉള്ളപ്പോൾ അത്രയും കൂടുതൽ സ്നേഹം ലഭിക്കും. അല്ലേ സുമിത്രേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞത് തികച്ചും ശരിയാണ് സാവിത്രി. എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കാരണം അവരുടെ മരുമകൾ ദീപയുടെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. നവീനും ദീപയെ കണ്ടു പുഞ്ചിരിച്ചു. രാംപൂർ ഗ്രാമത്തിലെ ജഗന്നാഥ് മാളിക എല്ലായിടത്തും പ്രസിദ്ധമായിരുന്നു. കാരണം അവരുടെ കുടുംബം ആ ഗ്രാമത്തിൽ തന്നെയായിരുന്നു. ഒരിക്കൽ ഒരു ഇംഗ്ലീഷുകാരൻ ഗ്രാമത്തിലേക്ക് വന്നു. അവൻ ഗ്രാമം സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഗ്രാമത്തിൽ താമസിക്കുന്ന കജോദർ അമ്മാവൻ അയാളെ തടഞ്ഞു. നോക്കൂ നോക്ക്, ഇംഗ്ലീഷുകാരൻ നമ്മുടെ ഗ്രാമത്തിൽ വന്നിരിക്കുന്നു. ചേട്ടാ, ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. ഹേ അമ്മാവ, അധികം അലറണ്ട. ഈ പ്രായത്തിൽ ഇങ്ങനെ അലറിക്കഴിഞ്ഞാൽ തട്ടിപ്പോകും. തനിക്ക് മലയാളം അറിയുമോ? ഞാൻ പല പല സ്ഥലങ്ങളിൽ പോയി ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാരതം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മലയാളവും പഠിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗ്രാമത്തിലൊരു കുടുംബമുണ്ടെന്ന്. അത് ഒരു ഗ്രാമം പോലെയാണെന്നും. ജഗന്നാഥ മാളികയെക്കുറിച്ചാണോ താങ്കൾ കേട്ടിട്ടുള്ളത്? ആഹാ, ഓർമ്മ വന്നു. ജഗന്നാഥ് മാളികയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്താ, നിങ്ങൾ എന്നെ അവിടെ കൊണ്ട് വിടാമോ? ഞാൻ നിങ്ങളെ മാളികയുടെ മുൻപിൽ കൊണ്ടുപോയി വിടാം. അകത്തേക്ക് കയറിയാൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. കാരണം അവിടെ നിങ്ങൾക്ക് എന്തും സംഭവിക്കാം. ഇത് കേട്ടപ്പോൾ ഇംഗ്ലീഷുകാരന്റെ മനസ്സിൽ പേടി തോന്നി. അമ്മാവ, അതെന്താ വല്ല പ്രേതഭവനവുമാണോ? നിങ്ങൾക്ക് ഇംഗ്ലീഷുകാർക്ക് എല്ലാ മാളികയും പ്രേതമാളികയാണോ? വാ, നിന്നെ കൊണ്ട് വിടാം. ബാക്കി നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. അവിടെ മറുവശത്തെ മാളികയ്ക്കുള്ളിൽ ഒരുപാട് മരുമക്കൾ ഉണ്ടായിരുന്നു. ജഗന്നാഥിന്റെയും 9 സഹോദരന്മാരുടെ ഭാര്യമാരെയും അവർക്ക് 10 മക്കളുമുണ്ട്. അവർക്കും ഓരോ ഭാര്യമാരുണ്ട്. അപ്പോൾ അവിടെ മൊത്തത്തിൽ 10 മരുമക്കളുണ്ട്. ജഗന്നാഥിന്റെ മൂത്ത മരുമകളുടെ പേര് സാവിത്രി എന്നാണ്. അവൾ റാണിയാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ആരും അവളെ അനുസരിക്കില്ല. മമത, രാഗിണി, സരളെ, നിങ്ങളോട് പറഞ്ഞതല്ലേ രാവിലെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്ന്. നിങ്ങളെന്താ ഉണ്ടാക്കിയത്? നിങ്ങളെന്താ വലിയ റാണിയാണോ? നിങ്ങൾ 100 പേരും ഇങ്ങനെ ഒരുമിച്ച് നടക്കണ്ട. ഗ്രാമജനങ്ങൾ പേടിക്കും. ഭക്ഷണം ഉണ്ടാക്കില്ലേ ഇതുവരെ? ഞാൻ ഭക്ഷണമുണ്ടാക്കാൻ പോയതാ. എന്നാൽ ഇവരെന്നെ തടഞ്ഞു. മാളികയുടെ പുറകിൽ ഒരു വലിയ അടുക്കളപ്പുരയുണ്ടായിരുന്നു. ഒരു വീട് പോലെ തന്നെ. അവിടെ പോയി എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണമുണ്ടാക്കാറ്. ഇതെല്ലാം വെളിയിൽ നിന്ന് ഇംഗ്ലീഷുകാരൻ കണ്ടു. അയാൾ മാളികയ്ക്കുള്ളിലേക്കും കയറി. കിഷോറിലാൽ, ഈ വെള്ളക്കാരനെന്താ നമ്മുടെ ഗ്രാമത്തിലൊക്കെ? സഹോദര, നിങ്ങൾ ആരാണ്? ഞാൻ ലണ്ടനിൽ നിന്ന് വന്നതാ. നിങ്ങളുടെ ഗ്രാമത്തിലെ കജോദർ മാമൻ എന്നെ ഇവിടെ വിട്ടിട്ട് പോയതാണ്.
നിങ്ങളുടെ മാളികയെക്കുറിച്ച് ഞാനൊരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ വന്നതാണ്. എനിക്കറിയണം എല്ലാ മരുമക്കളും എങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നുവെന്ന്. ഞങ്ങളുടെ നാട്ടിൽ 2 മരുമക്കളെക്കാണ് ഒരുമിച്ച് താമസിക്കുകയില്ല. അതെന്താണെന്നറിയാമോ സായിപ്പേ? നിങ്ങളുടെ ഇംഗ്ലീഷൊക്കെ ശരിയാണ്, എന്നാൽ ബന്ധങ്ങൾ മോശമാണ്. ഞങ്ങളുടെ ഇംഗ്ലീഷ് മോശമാണ്, എന്നാൽ ബന്ധങ്ങൾ നല്ലതാണ്. ഓ വാവ്, എന്ത് മഹത്തായ വാക്കുകളാണത്. ഞാൻ ഒന്ന് നോട്ട് ചെയ്യട്ടെ. മക്കളെ, ഇയാൾ നമ്മുടെ അതിഥിയാണ്. താമസിക്കാനുള്ള സൗകര്യം ചെയ്യൂ. ശരിയച്ചാ, ശരിയച്ചാ. മുഴുവൻ 100 മക്കളും ഒരുമിച്ച് സംസാരിക്കുന്ന ശബ്ദം കേട്ട് ആ ഇംഗ്ലീഷുകാരൻ അവിടെ വീണു. നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് പറയരുതെന്ന്? മക്കൾ അയാളുടെ മുഖത്ത് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ മുറിയിൽ കൊണ്ടുപോയി. അയാൾക്ക് ബോധം വന്നപ്പോൾ കണ്ടു അയാളുടെ അടുത്ത് 100 ആൾക്കാർ നിൽക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഒരു കുടുംബമാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു നഗരത്തിന്റെ ഇടയിൽ കയറി നിൽക്കുന്നത് പോലെയാ. ഇതാണ് ഞങ്ങളുടെ ഭാരത സംസ്കാരം. നീ കേട്ടിട്ടുണ്ടോ വസുദേവ കുടുംബകമെന്ന്? അതിന്റെ അർത്ഥം ഈ മണ്ണും സൗരയുധവും പിന്നെ കണ്ണിൽ കാണാൻ പറ്റുന്നത് പിന്നെ കാണാൻ പറ്റാത്തത് എല്ലാം നമ്മുടെ കുടുംബമാണ്. നമ്മളെല്ലാം ഒന്നാണ്. അവരോട് കുറെ നേരം സംസാരിച്ചതിനു ശേഷം ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണത്തിന്റെ നല്ല മണമെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കളയിൽ പോയി അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്തോട്ടെ? എന്തുകൊണ്ടില്ല. ഇവിടുന്ന് നേരെ പോകൂ. എന്നിട്ട് വലത്തോട്ട്, പിന്നെയും വലത്തോട്ട്, പിന്നെയും വലത്തോട്ട്, പിന്നെ നേരെ പൊക്കോ. ഞങ്ങൾ പാടത്തിലേക്ക് പോകുക. അല്ലെങ്കിൽ കൂടെ വരാമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം. എല്ലാവരും പാടത്തേക്ക് പോയപ്പോൾ ഇംഗ്ലീഷുകാരൻ എങ്ങനെയോ അടുക്കളയിലെത്തി. നോക്കിയപ്പോൾ സാവിത്രി ഒരു കസേരയിലിരുന്ന് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അയാളും അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് എടുത്തു. സരളെ, നീ മനഃപൂർവ്വം പച്ചക്കറി പതുക്കെ കട്ട് ചെയ്യുന്നതല്ലേ? നീ മടിച്ചിയായി. ആണോ? ഞാൻ പതുക്കെ അരിയുന്നു. അപ്പൊ നിങ്ങളോ? മമതച്ചേച്ചി നാടകം കളിക്കുന്നത് നിർത്ത്. ഇന്ന് നിന്റെ ജോലിയാ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ. കുറച്ച് മുളകുപൊടിയും എണ്ണയുമെങ്കിലും വാരിയിട്, എന്നാലെങ്കിലും ബോധം വരട്ടെ. നീ എന്താ പറഞ്ഞത്? എനിക്ക് ബോധം വരട്ടെ എന്നോ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഈ 20 പേരും നമ്മളെക്കുറിച്ച് ദിവസവും കുറ്റം പറയുന്നുണ്ട്. ഇന്നിവരെ ഒരു പാഠം പഠിപ്പിക്കണം. ഓ മൈ ഗോഡ്, ഇവിടെ ഒരു താണ്ഡവം നടക്കാൻ പോകുന്നു. ജഗന്നാഥൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞു അവന്റെ കുടുംബം ഒറ്റക്കെട്ടാണെന്ന്. പതുക്കെ പതുക്കെ സത്യമെല്ലാരും മനസ്സിലാക്കും. ഇംഗ്ലീഷുകാരൻ ഭിത്തിയുടെ പുറകിലിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. 2 ഗ്രൂപ്പിനും ഇടയിൽ അടിയുണ്ടാകാൻ തുടങ്ങി. എല്ലാവരും പരസ്പരം മുടി വലിച്ചു. അവർ തമ്മിൽ പച്ചക്കറി എടുത്തു മടിക്കാൻ തുടങ്ങി. ഓ വാവ്, എനിക്ക് നല്ല നല്ല വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇൻസ്പിറേഷണൽ വീഡിയോ ഉണ്ടാക്കാനാണ് വന്നത്. പക്ഷേ ഇവിടെ മുഴുവനും കോമഡിയാ. കുഴപ്പമില്ല, കോമഡി വീഡിയോ അങ്ങ് എടുക്കാം. ഇവർ ഭാരതം മഹത്വമുള്ളതാണെന്നല്ലേ പറയുന്നത്. ഇന്നെല്ലാവരെയും ഞാൻ സത്യം അറിയിക്കും. ദൂരെ നിന്ന് നോക്കിയാൽ എല്ലാ നാടും മഹത്വമാണ്. അകത്ത് കയറി നോക്ക്, യഥാർത്ഥ സത്യം നമുക്ക് മനസ്സിലാക്കാം. നോക്ക്, പൂച്ചയും പട്ടിയും പോലെ വഴക്കുണ്ടാക്കുന്നു. എല്ലാവരും പരസ്പരം വീണ്ടും മുടി വലിച്ചടിക്കാൻ തുടങ്ങി. നിങ്ങൾ ദിവസവും ഈ നാടകം തന്നെയാണ് കളിക്കുന്നത്. അടിയും പിടിയും ഉണ്ടാക്കി കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ നശിപ്പിക്കുന്നു. ഇവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എത്ര വർഷമായി പരസ്പരം നല്ലതുപോലെ സംസാരിച്ച് സ്നേഹത്തോടെ ഒരു കാര്യവും ചെയ്യില്ല. വാ പോകാം. ഞാൻ എന്റെ മരുമക്കളോടുള്ള വിശ്വാസം വിടുക. ഇവർ വഴക്കുണ്ടാക്കുന്നത് നിർത്തില്ല. അങ്ങനെ ദിവസങ്ങൾ പോയി. ആ മാളികയിൽ മറ്റെല്ലാം ഓക്കെയായിരുന്നു. എന്നാൽ പരസ്പരം മരുമക്കൾ അടിവെച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം ഇംഗ്ലീഷുകാരൻ ക്യാമറയിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരന്റെ കണ്ണിൽ ഭാരതം മഹത്വമുള്ളതായിരുന്നില്ല. ഇത് ജഗന്നാഥന് ഒരുപാട് വേദനയുണ്ടാക്കി. അനിയന്മാരെ, മക്കളെ, എന്റെ മരുമക്കൾ പണിയെല്ലാം എടുക്കുന്നുണ്ട്, എന്നാൽ വഴക്കും ഉണ്ടാക്കുന്നുണ്ട്. എന്നും അവർ തമ്മിൽ മുടി പിടിച്ച് വലിയ. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മാളികയുടെ പേര് നഷ്ടമാകും. ആ വെള്ളക്കാരൻ നമ്മളെക്കുറിച്ച് എന്ത് കരുതും? നമുക്കിത് ശരിയാക്കിയേ പറ്റൂ. കാരണം ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, മുഴുവൻ ഭാരതത്തിന്റേതുമാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാ. എന്നാൽ 100 മരുമക്കളെയും ഒരുമിച്ച് എങ്ങനെ മനസ്സിലാക്കിപ്പിക്കും? നാളെ രാവിലെ എല്ലാവരും കുറച്ച് ദിവസത്തേക്കിന് നഗരത്തിൽ പോകൂ. ഞാൻ ഈ മാളികയിൽ തന്നെ ഇരിക്കട്ടെ. അടുത്ത ദിവസം ജഗന്നാഥനെ വിട്ട് മക്കളെല്ലാം നഗരത്തിലേക്ക് പോയി. പെട്ടെന്ന് ജഗന്നാഥന് ഹാർട്ട് അറ്റാക്കും വന്നു. എല്ലാ മരുമക്കളും അടുത്തു വന്നു. ഇംഗ്ലീഷുകാരൻ വീഡിയോയും റെക്കോർഡ് ചെയ്തു. മരുമക്കളെ, ഞാൻ രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. ഇല്ലച്ചാ, അങ്ങനെയൊന്നും പറ്റില്ല. മമതേ, സരളെ, വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. മരുമക്കൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 10 ദിവസം അയാളുടെ ചികിത്സ നീണ്ടു നിന്നു. അതുവരെ മരുമക്കളെല്ലാം അവിടെ തന്നെ നിന്നു. ഇതെന്താണ്? ഇതുവരെ ഇവർ പട്ടിയും പൂച്ചയും പോലെ വഴക്കുണ്ടാക്കി. എന്നാൽ കഴിഞ്ഞ 10 ദിവസമായി എല്ലാവരും ഒരുമിച്ച് അമ്മാവനെ ചികിത്സിക്കുന്നു. ഇവരപ്പോൾ അത്രയും ദുഷ്ടരൊന്നുമല്ലേ? 10 ദിവസങ്ങൾ കഴിഞ്ഞ് ജഗന്നാഥൻ വീട്ടിലേക്ക് വന്നു. മക്കളും നഗരത്തിൽ നിന്നും വന്നു. മക്കളെ, എനിക്കൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ വെറുതെ നോക്കിയതാണ്. പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഒരുമിക്കുന്നുണ്ടോ എന്ന്. അച്ഛാ, ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത് സ്നേഹമുള്ളതുകൊണ്ടാ. ഞങ്ങൾ ആരെയും പരസ്പരം വിട്ടുകൊടുക്കില്ല. വാവ്, മനസ്സിലായി എനിക്ക് ഭാരതത്തിന്റെ സംസ്കാരം. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വഴക്കിലും നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെന്ന്. ഞാൻ പറയുന്നു, ഇങ്ങനെ സ്നേഹത്തോടുള്ള വഴക്ക് എല്ലാ ദേശങ്ങളിലും വേണം. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഇംഗ്ലീഷുകാരൻ ആ ഡോക്യുമെന്ററി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. അത് ലോകം മുഴുവനുള്ള ആളുകൾ കണ്ടു. ഇതാണ് ഭാരതത്തിന്റെ മഹത്വമെന്ന് പറയുന്നത്. ഇവിടെ എന്തോ പ്രത്യേകതയുണ്ട്. Thanks for watching.